പലിശ, അതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ. ലഅനല്ലാഹു ആകിലർ റിബാ വമൂകിലഹു വകാതിബഹു വശാഹിദഹു. അല്ലാഹ് ശപിച്ചു എന്നാ പറയുന്നത്. ഭക്ഷണം അത് കഴിക്കുന്ന ആളുകളെ, അതിനു വേണ്ടി സാക്ഷ്യം പറയുന്ന ആളുകളെ, അത് കൊടുക്കുന്ന ആളുകളെ, അതിനു വേണ്ടിയിട്ട് ഇടനിലക്ക് നിൽക്കുന്ന ആളുകളെ. ഹജ്ജ് ചെയ്ത ആളായിരിക്കും, അള്ളാഹ്ക്ക് വേണ്ടടോ. നിസ്കരിക്കുന്ന മുസ്ലിയാരാണ്, നിസ്കരിക്കുന്ന ആളാണ്, ഇൽമു പറയുന്ന ആളാണ്. ലാ യഗുറൻക മിനൽ മർഇ ഖമീസുൻ റകഅ ഔ ഇസാറുൻ ഫൗക കഅബി സാഖി മിൻഹു റഫഅ. എന്താ പറയണത്? നീ ഇങ്ങനെ നോക്കുമ്പോൾ മൂപ്പരുടെ ഡ്രസ്സൊക്കെ വളരെ പഴയ ഡ്രസ്സ്, എന്തൊരു ഈമാനുള്ള ഡ്രസ്സാണ്, കഷ്ണം വെച്ച ഡ്രസ്സാണ്. ഇവരുടെ ഡ്രസ് മുണ്ടെടുത്തിരിക്കണത് എങ്ങനെയാണ്? കണങ്കാലിന് മീതയാണ്. അവന്റെ നെറ്റിത്തടത്തിൽ ഇങ്ങനെ നല്ല തിളങ്ങുന്ന എന്തുണ്ട്? നിസ്കാരത്താമ്പുണ്ട്. അതൊന്നും നോക്കണ്ട. അവൻ എങ്ങനെയാണ് സമ്പത്ത് കൈകാര്യം ചെയ്യുന്നത്, ദിർഹമിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ നമ്മൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളുടെ കൈകളിലേക്ക് ഹറാമായ സമ്പാദ്യം വരിക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീന് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമുണ്ട്. അതിലൂടെ ഉണ്ടാകുന്ന നിരവധിയായ ദുരന്തങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നെന്താണ്? അവൻ്റെ ജീവിതം ആകെ അവലക്ഷണമായി പോകും. ഞാൻ അവസാനിപ്പിക്കാൻ വേണ്ടി പോകുകയാണ്. ജീവിതമാകെ അവലക്ഷണമായി പോകും. ഒരു ഖൈറും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ആളുകളെ വഞ്ചിച്ചാൽ, മറ്റുള്ളവരുടേത് സ്വന്തമാക്കാൻ ശ്രമിച്ചാൽ, നമ്മൾ എങ്ങനെയെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിർവഹിക്കാതെ ശമ്പളം വാങ്ങിയാൽ, ജോലി ഏൽപ്പിക്കപ്പെട്ട ജോലി ചെയ്യാതിരുന്നാൽ, അല്ലേ? ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എല്ലാം ഗവൺമെൻറ് സർവീസ് എന്ന് വെക്കണ്ട. നമ്മൾ ഏൽപ്പിക്കപ്പെടുന്ന ജോലി ഏതോ ആ ജോലി അതെന്താണെങ്കിലും ഏൽപ്പിക്കപ്പെട്ടു, നമ്മളത് ചെയ്യുന്നില്ല, വാഗ്ദാനം നിറവേറ്റുന്നില്ല, അതുകൊണ്ട് സമ്പാദ്യം ഉണ്ടാക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളുടെ നന്മകളെ സ്വീകരിക്കുകയില്ല. ജീവിതമാകെ അവലക്ഷണമായിരിക്കും. പരീക്ഷണങ്ങൾ അവരിൽ മാത്രമല്ല, തലമുറകളിലൂടെ അല്ലാഹു നൽകും. അപ്പൊ ഇതിനൊക്കെ ഒരു മറുവാദം കൂടെയുണ്ട്, മറുവായന കൂടെയുണ്ട്. എന്ത്? ഉള്ളത് കുറച്ചേ ഉള്ളൂ. നേരത്തെ പറഞ്ഞില്ലേ, ഓ സുബഹി നിസ്കരിച്ചു, അല്ലാഹുവേ വഖിനാ ശർറ മാ ഖളൈത് ഫഇന്നക തഖ്ളി വലാ യുഖ്ളാ അലൈക്. സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഓൻ്റെ ചെറിയ ഹോട്ടലിലേക്ക് അവൻ പോയി ചായ വെക്കുകയാണ്, അവൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. വലിയ സമ്പാദ്യമൊന്നുമില്ല, അള്ളാഹു ബർക്കത്ത് ചെയ്യും. കടയിലേക്ക് ആളുകൾ വരും, ഒരവലക്ഷണമല്ല. അവൻ്റെ മക്കളിൽ ഖൈറുണ്ടാവും, അവൻ്റെ പരമ്പരയിൽ അള്ളാഹു നന്മകളെ നിലനിർത്തും. വലിയ സൗകര്യവും സമ്പാദ്യവും അള്ളാഹു അവർക്ക് നൽകും. ഇബാദത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതിരുന്നാൽ ഹബീബായ റസൂലുള്ള പറയുകയാണ്, ഒരു കച്ചവടം ചെയ്യുന്ന ആളുണ്ടല്ലോ, അത്താജിറുൽ അമീനു സ്വദൂഖ്, സത്യസന്ധനായ വിശ്വസ്തനായ കച്ചവടക്കാരൻ എന്ന് പറയുന്നത് നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് മഅൽ അംബിയാഇ വശുഹദാ, അവൻ രക്തസാക്ഷികളോടൊപ്പമാണ്, അംബിയാക്കളോടൊപ്പമാണെന്ന് മുഹമ്മദ് മുസ്തഫ. എല്ലാവരും സ്വലാത്ത് ചൊല്ലൂ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊന്നെന്താണെന്നറിയോ? ഖൽബ് വല്ലാതെ കഠിനമായി പോകും, ഹൃദയം വല്ലാതെ കഠിനമായി പോകും എന്ന് പറഞ്ഞാൽ എന്താ? ഓൻക്ക് എന്ത് റജബ്? റജബ് വരുമ്പോൾ മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരുടെ മനസ്സിൽ എന്തെങ്കിലും കാര്യം, പടച്ചോനെ റജബ് വന്നു, റമദാൻ വരികയാണല്ലോ, ഇനി 2 മാസം കൂടി എൻ്റെ ഇടയിൽ മിഅ്റാജ് വരുന്നുണ്ടല്ലോ, അല്ലേ? നിങ്ങളൊക്കെ മനസ്സിലില്ലേ? മിഅ്റാജ് വരുന്നുണ്ടല്ലോ, ബറാത്ത് വരുന്നുണ്ടല്ലോ. ഈ ജാതിക്കോ, ഈ ഹറാമ് തിന്നണവനോ, വഞ്ചിച്ച് പണം ഉണ്ടാക്കുന്നവനോ, കൈക്കൂലി വാങ്ങുന്നവനോ, പലിശ വാങ്ങുന്നവനോ, ഹറാമിനെ പരിഗണിക്കാത്തവനോ, ഇതൊന്നും അവനെ ഒരു നിലക്കും ബാധിക്കൂല. പേടിക്കണം, അങ്ങനെയാണെന്ന് സ്വയം ചിന്തിക്കണം. അവൻ്റെ കൽബ് കഠിനമായി പോകും. ഹലാലായ ജോലി ചെയ്ത് സമ്പാദ്യം അല്ലാഹു അനുവദിച്ച രൂപത്തിലാക്കിയാലോ, ഇതെല്ലാമായിരിക്കും അവൻ്റെ ഏറ്റവും വലിയ താല്പര്യം.
അവൻ്റെ സന്തോഷം ഇത്തരം കാര്യങ്ങളിലായിരിക്കും. അവൻ്റെ ഈമാനിൻ്റെ പ്രഭ നഷ്ടപ്പെട്ടു പോകും, ഈമാൻ്റെ വെളിച്ചം നഷ്ടപ്പെട്ടു പോകും. അല്ലേ? സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കടം എന്ന് പറഞ്ഞാൽ. കടം മറ്റവൻ്റെ പൈസയാണ് മനുഷ്യന്മാരെ. കടം മറ്റൊരുത്തൻ്റെ സമ്പാദ്യമാണ്. നമ്മളുടെ കയ്യിലേക്ക് എത്തിയത് വേറെ ഒരാളുടെ വിയർപ്പാണ്. സ്വതക്ക കൊടുക്കുന്നതിനേക്കാളും വലിയ കൂലി കടം കൊടുക്കുന്നതിനുണ്ടായത് എന്തുകൊണ്ടാണ്? എൻ്റെ ആവശ്യത്തിന് ഞാൻ മാറ്റിവെച്ചത്, എൻ്റെ ആ ആവശ്യത്തെക്കാൾ പ്രാധാന്യം നിന്റെ ആവശ്യമാണല്ലോ എന്ന് പരിഗണിച്ചിട്ടാണ്. കൊടുക്കാതിരുന്നാലോ, വ്യവസ്ഥ പാലിക്കാതിരുന്നാലോ, വാങ്ങിയത് ഏറ്റവും വലിയ പരീക്ഷണമാക്കി മാറ്റിയാലോ, കൊടുത്തത് ഒരു മഹാ അബദ്ധമെന്ന് ഈ ദാതാവിന് തോന്നിച്ചാലോ, ആ കടം വാങ്ങിയിട്ട് അവൻ എന്ത് ചെയ്താൽ എന്ത് ഗുണം ഉണ്ടാവുക? വളരെ ശ്രദ്ധിക്കണം. മക്കളെയൊക്കെ നന്നായിട്ട് ആ വിഷയത്തിൽ സൂക്ഷിക്കണമെന്ന് ഞാൻ ഉമ്മമാരോടാണ് പറയുന്നത്. എന്താ കാര്യം എന്നറിയോ? പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുക എന്നുള്ളത് മാത്രമല്ല, ഈ സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് വല്ലാതെ പ്രേരിപ്പിക്കും. കുട്ടികൾ കടം വാങ്ങും, കുട്ടികൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യും. ഞാൻ വെറുതെ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ വീട്ടിൽ മക്കൾ ഓൺലൈനായിട്ട് ഭക്ഷണം ഓർഡർ ചെയ്യുന്ന സ്വഭാവം ഉണ്ടോ? ചെറിയ കുട്ടികൾ വെറുതെ ഒരു 1/2 മിനിറ്റ് ഒന്ന് കൈപ്പൊക്കിക്കേ, ആരെങ്കിലും ഉണ്ടെങ്കിൽ. മക്കൾ ഓർഡർ ചെയ്യുന്ന സ്വഭാവം ഓൺലൈനായിട്ട് എന്തെങ്കിലും ഒരാളെങ്കിലും കൈപ്പൊക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സമ്മതിക്കാം. ഞാൻ പറഞ്ഞു മനസ്സിലായില്ല. നമ്മളുടെ പരിസരത്തൊക്കെ ഹോട്ടലുകളുണ്ടാവും. ഈ ഹോട്ടലുകളിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്യും. ചിലപ്പോൾ അന്നത്തെ ഒരു സമാനം അതാണ്, മക്കൾ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യും എന്ന് പറഞ്ഞാൽ അമ്മായിയുടെ പാപ്പായുടെ ഫോണിലുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങൾ 8 വയസ്സും 10 വയസ്സുള്ള മക്കൾ പഠിക്കുകയാണ്. അവരതിലൂടെ നമ്മൾ വിചാരിക്കാത്ത പലതും ചെയ്യാൻ തുടങ്ങും. പല മക്കളും വലിയ കടക്കാരാവും. +2 ഒക്കെ പരീക്ഷയൊക്കെ ആകുമ്പോഴേക്ക് അവൻ്റെ കയ്യിൽ ഐഫോൺ. എങ്ങനെ അവനിങ്ങനെ പർച്ചേസ് ചെയ്താണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ കടം വാങ്ങുക എന്ന് പറയുന്നതിൻ്റെ ഒരു ഭയവും ഒരു ലാഞ്ചനയും ഇല്ലാത്തൊരു സമുദായം വരും, ഒരു സമൂഹം വരും. വലിയ അപകടവും. നാട് തകർന്നു പോകും, കുടുംബം വല്ലാത്ത പ്രതിസന്ധിയിലായി പോകും. മാത്രമല്ല, ജീവിക്കണോ എന്ന് വരെ മനുഷ്യന്മാർക്ക് തോന്നിപ്പോകും. കടങ്ങട് വാങ്ങിയിട്ട് അവൻ്റെ മേലെ അങ്ങോട്ട് ഭാരമായാൽ. നമ്മൾ കണ്ടിട്ടില്ലേ ആത്മഹത്യകളിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നതിൻ്റെ കാരണം എന്താ? വലിയ വീടുണ്ട്, സൗകര്യമുണ്ട്, പക്ഷെ എന്താ? കടം. സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടത് വളരെ സൂക്ഷിക്കണം. അങ്ങനെ ഞാൻ കടന്ന് പറഞ്ഞത് എന്തിനാ? അത്തരം കാര്യങ്ങളും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈമാനിൻ്റെ പ്രഭ നഷ്ടപ്പെട്ടു പോകും. അതിനേക്കാളപ്പുറം അള്ളാഹുവിൻ്റെ കോപം ഉണ്ടാകും. അള്ളാഹു അവൻ്റെ ദുആക്ക് ഒരിക്കലും ഉത്തരം നൽകുകയില്ല. നമ്മൾ പ്രസംഗം തുടങ്ങിയത് തന്നെ അങ്ങനെയാണല്ലോ. റബ്ബിൻ്റെ പരിഗണന അവനില്ല. മാത്രമല്ല, ഈ ഹറാമായ സമ്പാദ്യം സമ്പാദിക്കുന്നവരിലൂടെ ദുഷിച്ച സ്വഭാവങ്ങൾ ധാരാളമായി വ്യാപകമാകും. ഇതിൻ്റെ ഒരു സൈക്കോളജിയാണ്, അള്ളാഹുവിൻ്റെ ദീന് പറഞ്ഞ കാര്യമാണ്. അങ്ങനത്തെ ആളുകൾ നന്നായി കളവ് പറയുന്നതാണ്. അങ്ങനത്തെ ആളുകൾ മാതാപിതാക്കളെ ആദരിക്കുകയില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സമൂഹം കൂടെ വ്യാപകമായാൽ ആ സമൂഹത്തിൽ മോഷണം വർദ്ധിക്കും, ആ സമൂഹത്തിൽ പലിശ വർദ്ധിക്കും, ആ സമൂഹത്തിൽ കൈക്കൂലി വർദ്ധിക്കും, ആ സമൂഹത്തിൽ കൃത്രിമ ഭക്ഷ്യസാധനങ്ങൾ, എല്ലാ സംഗതികളും കൃത്രിമത്തുള്ളതാവുന്ന പറഞ്ഞത്. ചുരുക്കത്തിൽ മുഅ്മിനീങ്ങളെ, ഇങ്ങനെയുള്ള ഇടപാടുകളിൽ, ഭക്ഷ്യസാധനങ്ങളിൽ, അള്ളാഹു നമുക്ക് നൽകുന്ന റിസ്ഖുകളിൽ പടച്ച തമ്പുരാൻ ഇഷ്ടപ്പെടാത്ത ഹലാലല്ലാത്ത ഒന്നുമില്ലാതെ നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. നമ്മൾ മരിക്കേണ്ടവരാണ്, മരിക്കുമെന്ന് ഉറപ്പുള്ളവരാണ്. ആ മരണം ഈമാനിൻ്റെ പ്രഭയോടെയാകാൻ, ആ മരണം ആനന്ദത്തോടെയാകാൻ, നാളെ അള്ളാഹു സ്വർഗത്തിലേക്കുള്ള കവാടത്തിൽ നമ്മെ നിർത്താൻ, ആ വാതിലുകൾ നമ്മളുടെ മുമ്പിൽ അടക്കപ്പെടാതിരിക്കാൻ, ഈ ദുനിയാവിലുള്ള നമ്മുടെ ചുരുക്ക ജീവിതത്തിൽ വളരെ വിശാല മനസ്കതയോടെ ഹലാല് മാത്രം തേടുക, നല്ല ജോലികൾ ചെയ്യുക, മക്കളെ അതിന് പ്രേരിപ്പിക്കുക. നമ്മളുടെ കുടുംബത്തിലും വീട്ടിലും നമ്മളുടെ കൈകാര്യങ്ങളിലും നമ്മളുടെ വസ്ത്രങ്ങളിലും അള്ളാഹു ഇഷ്ടപ്പെട്ടത് മാത്രമാക്കി നമ്മൾ മുന്നോട്ട് പോകുക.